കാമുകിയുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ എന്നെ കാണിയല്ല കാണണമല്ല RishiSoorya ഇതിന്റെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് കേക്ക് പോയി. സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ആ ജംഗ്ഷനില്ലേ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ ഇവളുടെ വീടിന്റെ ഓപ്പോസിറ്റ്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. കാര്യം നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ ക്യാമറ എടുത്തിട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ആണ് ശരിക്കും ഈ ഒരു കാമുകിയുടെ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ. ഞാൻ ആ ടൈമിൽ മുട്ടയൊക്കെ അടിച്ചേക്കുമായിരുന്നു. മുട്ട അടിച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ നിൽക്കും. ഞാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര കൊലക്കെട്ടായിരുന്നു വന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഏത് രൂപത്തിൽ വേണം എന്നെ കാണാം. അപ്പം തന്നെ അതിരാവിലെ തന്നെ ഒരു ഫോൺ കോൾ പറഞ്ഞ് ബെല്ലടിച്ച്. ഞാനപ്പോൾ നേരെ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞു, ചേട്ടാ ഇന്നെൻ്റെ എന്നോട് ഭാവി ഭാര്യയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു. അപ്പോൾ ഇവൻ നേരത്തെ തന്നെ ഒരു മോതിരമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട, ഇതാണ് സാധനം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഫോക്കസ് ചെയ്ത് ഇനി നമ്മൾ കേക്ക് മേടിക്കും, എന്നിട്ട് നമ്മളെല്ലാവരും കൂടി കട്ട് ചെയ്ത് കഴിക്കും. പീസ് മാത്രമായിട്ട് കൊടുത്തു. മേളിലത്തെ മറ്റേ പേരെഴുതിയ പീസ് മാത്രം വെട്ടിക്കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യം എന്തായാലും രാത്രി ഇവൻ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റിക്ക് നമുക്കെല്ലാവർക്കും കൂടി നൈറ്റ് പോയി ഇവള് പ്രതീക്ഷിക്കാത്തൊരു സംഭവം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കേക്കൊക്കെ ബുക്ക് ചെയ്ത് ആ കേക്ക് വന്നത് നിങ്ങൾ പോയി എങ്ങനെയാണ് മേടിച്ചതിൻ്റെ സംഭവ വികാസങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. എടാ പണി കിട്ടി, കേക്ക് താഴ്ത്തു വീണ്. കേക്ക് പോയി, കേക്ക് താഴ്ത്തു മറിഞ്ഞു വീണ് പോയി. ആടോ ആ ഇനി രണ്ടാമത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചേട്ടൻ ആക്സിഡന്റ് കൂടിയതാണ്. എൻ്റെ കയ്യിൽ ബാഗും ക്യാമറയും ഇതും ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? നീ ബാഗ് നോക്കണം, കേക്കൊന്നും കയറി എങ്ങനെ പോയി. ഞാനിത് പിടിച്ചേക്കണം, വീഡിയോ ചെയ്യണം. ബാഗ് ഞാൻ കേക്ക് ഇങ്ങനെ പിടിച്ചാണ്. ഒരു പോയി നാളെ വേഗം ഉണ്ടാക്കി തരാൻ പറയായിട്ടൊന്ന് പറ്റിച്ചതാണ്. ഞാൻ എന്റെ ലൈവ് ഞങ്ങളോട് ലൈവ് പോണായിരുന്നു. Who the best out here? I don't give a fuck and I don't fucking care. Bring it back to the flow, give a dap to get broke cause the party's so. കണ്ടല്ല, ഇങ്ങനെയാണ് ഈ കേക്കിന്റെ വിശേഷം എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളൊരു കാര്യം ആലോചിച്ച് ഞങ്ങൾ അത്യാവശ്യം ഞാൻ അത്രയൊന്നും ഇല്ലെങ്കിലും ഈ പിള്ളേരും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഈ ഗിറ്റാറും പാട്ടുപാടും അങ്ങനെ കുറേ പിയാനോ വായിക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ ആലോചിച്ച് നമുക്കെന്നാ അങ്ങനൊരു പാട്ട് ചെയ്താലോ, ഇവളെ കുറിച്ചൊരു പാട്ട് പാടില്ല അങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ പാട്ടുണ്ടാക്കാനൊക്കെ ഇരുന്നത്. പിന്നെ പെട്ടെന്നൊരു പാട്ട് നമുക്ക് കിട്ടി. മറ്റേ ഇതിനകത്ത് എന്താണ് ആ പാട്ട്, നമ്മുടെ കാലാസം പാടത്തില്ലേ, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. അപ്പോൾ ആ പാട്ടാണ് കിട്ടിയത്. ഞാൻ പാടിയ കൊളായിട്ട് എനിക്ക് അങ്ങനെ വലിയ പാട്ടൊന്നും പാടാറിയുള്ളൂ. അപ്പം ഞങ്ങളെടുത്ത് ഈ പാട്ടെടുത്തിട്ട് നമുക്ക് പാട്ടായിട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ ഞങ്ങൾ ആ ഒരു ഫോണിലേക്ക് കയറ്റി. അപ്പം അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളിപ്പോൾ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, ഒരു പാട്ട് പറഞ്ഞാ നിനക്ക്
സത്യസായി ബാബേനെ അറിയില്ല. സത്യസായി ബാബല്ല, വേറൊരു ബാബ ഉണ്ടല്ലോ. നീ മറ്റേ അല്ലാതെ ഇവന്റെ പടം കണ്ട രജനീകാന്തിന്റെ ബാബ കണ്ടാണോ? ബാബ ഇല്ലേവന്റെ ബാബ കണ്ടോ? അതിനകത്ത് A few minutes later. കഴിഞ്ഞ എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ പാടാം. തുടങ്ങിയോ? Flashback. അതിനുശേഷം ഞങ്ങൾ ഈ പാട്ടൊക്കെ ചെയ്തതിന് ശേഷം മണി ഒരു 10-11 ടൈമായി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ചെറുക്കനെ നമ്മൾ കൂട്ടിക്കൊണ്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷത്തിന് കേക്കൊക്കെ ഇട്ട്, ചെറിയൊരു മിനി കേക്കാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ആ കേക്കൊക്കെ ഇട്ട് ഞങ്ങൾ രാത്രി ജിഞ്ചെന്ന് പറഞ്ഞൊക്കെ ഞങ്ങൾ പോയി. അപ്പം പോകാൻ പോകുവാണ്. ഞങ്ങളൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതെല്ലാവരും പെട്രോളൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ഓ ഞാൻ തന്നെയോ? കണ്ടല്ലോ ഇവന്മാരെല്ലാരും ആണ്. ഇവന്റെ മുഖംമൂടി അഴിച്ച ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. ഒരു മിനിറ്റ് എന്നെ കാണിയണ്ട. കാണണമല്ല, ഋഷിസൂര്യ ഇതിൻ്റെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് എന്ത് പണി വന്നാലും ഋഷിസൂര്യ ആയിട്ടുള്ളൂ. ഓടാ പെൻഡി ഇവനാണ് മെയിൻ. ഞാൻ മെയിൻ. അപ്പോൾ CC ക്യാമറ വിചാരിച്ചു. എടാ അപ്പോൾ എന്താണ് ഞാൻ ഒരു മിനിറ്റ് ചെറിയ ഇടവഴിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ബൈക്കിൽ പോകും. അപ്പോൾ ഇവിടെ ഗേറ്റ് ഉണ്ട്. ഇവൻ ആ ടൈമിൽ ചാടി ഇറങ്ങും. പയ്യ ഇറങ്ങണം, കേൾക്കണം ആലോചിക്കണം കേട്ടോ. ചാടി ഇറങ്ങിയിട്ട് ഞാൻ കുറച്ചുകൂടെ സ്ട്രേറ്റ് പോകും. സ്ട്രേറ്റ് ഇവിടെ നിന്ന് വണ്ടി വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ ടിറ്റ് ആ സാധനം അടിക്കും. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാവും. ഈ സാധനം പ്രാവശ്യം അടിച്ചാൽ മതി. അത്ര അടിച്ചാൽ മതി. അല്ലെങ്കിൽ ടിറ്റി വരുള്ളൂ. സോറി അടിക്കും. ടി എന്നാ എടാ മനസ്സിലാവും. ഇവിടെ പൊട്ടാ അങ്ങനെ അടിച്ചാ അത് ഞാൻ അടിച്ചോളാം. വീട് എന്നിട്ട് അടിക്കും. മുപ്പത്തിനാൾക്ക് കാര്യം മനസ്സിലാവും. ഇവൻ ഫ്രണ്ടിന്റെ വീടാണ്. ആ ഗേറ്റ് തുറന്നിട്ട് അകത്ത് കയറണം. എന്നിട്ട് ബാക്കിൽ
എല്ലാരും കിടന്നിട്ട് ഇവള് പയ്യൻ ആ സീനൊന്നുമില്ല. ഒറ്റ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. അല്ല ഹോൺ 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 ഫോണൊക്കെ അങ്ങനെ അടിച്ചിരിച്ചു പോയി. സോറി. ആ പക്ഷെ ഒരു സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ആ ജംഗ്ഷനില്ലേ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ ഇവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് കൊടക്കണം. എടാ നിക്ക് ഇവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു തെണ്ടി ഉണ്ടല്ലോ. അയാളും അവിടെ തുടങ്ങി. അയാളുണ്ടെങ്കിൽ ഷോ അതാണ് ഒരു പ്രശ്നമുള്ളത്. നോക്കണം ടൈം എത്ര? പിന്നെ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റില്ല. എന്റെയും പറഞ്ഞേക്ക് വെച്ചാൽ നല്ലൊരു കാര്യത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവനെ കൊണ്ടാക്കി ആക്കി കേക്ക് കെട്ടിയത് ഈ വീഡിയോ ഒക്കെ കാണിച്ച് തിരിച്ചപ്പം തന്നെ ആൾ വന്നു. അപ്പോൾ ഒരു 12:30-ക്കുള്ളിൽ ആൾ വന്നു. അപ്പം ഇത് കഴിയണവരെ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം നിങ്ങളെല്ലാവരും ഓർക്കും ഇങ്ങനെ ചെയ്യണത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യം. ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് തെറ്റാണോ? തെറ്റല്ല ആയിരിക്കും, എൻ്റെ മനസ്സിലല്ലെന്ന് തോന്നുന്നത്. അപ്പം അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തെറ്റല്ലെന്നാണ് തോന്നുന്നത്. കാര്യം നമുക്കൊരാൾ സന്തോഷം എത്ര റിസ്ക് എടുത്തും കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഗീവയുടെ കാര്യം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പം മേളിൽ വീഡിയോ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 മൊബൈൽ ഫോണുകൾ നിങ്ങളെ തേടി വരുന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടാറ്റാ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ പറയണ്ടത്, കുറച്ച് ഓവറായി പോകുന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. സമാധാനം പുറത്ത്. പീസ് ഓഫ് മൈൻഡ്.